ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് ഈ മേക്കപ്പ് ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ബസ് ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ലിപ് ഗ്ലോസ് നോക്കൂ, ഓൺലി 120 അത്ര റുപ്പീസ് ഉള്ളൂ. ഇതൊരു ലിപ് ഗ്ലോസ് ആണ് കാണാൻ. വാച്ചിങ്. ഹലോ ഗായ്സ്, ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് ന്യൂ മേക്കപ്പ് പ്രോഡക്ട്സ് ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ പുതുതായിട്ട് മേടിച്ച കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അത് നല്ലതാണോ ചീത്തയാണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എങ്ങനെയാണെന്നൊക്കെ എന്നോട് താഴത്തെ കമന്റ് പറയും. ടോപ്പിൽ നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് ഇച്ചിരി കുറെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എല്ലാം ബിലോ 300 ആണ്. 280 ഒക്കെ വരെ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ആ സാധനങ്ങൾ. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇതൊക്കെ അപ്പൊ നമ്മളെ മുടി നല്ലോണം കെട്ടി വെക്കാം. ഇത്തിരി ഭംഗിയായിട്ടുണ്ടെങ്കിലും ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടിട്ടാണ് ഇച്ചിരി സ്വെറ്റ് ചെയ്യണത്. അപ്പൊ നമുക്ക് മേക്കപ്പ് പറഞ്ഞ അപ്പൊ നമുക്ക് ഈ ഈച്ചനെ കാണുന്നത് വിഷുവായിട്ട് കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടിട്ടാണ് ഈ ഈച്ചനെ ഓടി നടക്കുന്നത് കേട്ടോ. എക്സ്ക്യൂസ് ചെയ്യാം, ഈച്ചയാണ് നമ്മളിന്ന് സ്പെഷ്യൽ ഗസ്റ്റ്. ഈച്ച ആയിട്ടിട്ടാണ് നമ്മളിന്ന് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങോട്ട് ഈച്ചേനെ മൈൻഡാക്കരുത്, എന്റെ മുഖത്ത് മാത്രം ശ്രദ്ധിക്കാം. ഈച്ച വന്നെല്ലാം കോളാകുന്നു. ഓക്കെ, നമുക്ക് ഇതാണ് നമ്മൾ ഇന്ന് മേടിച്ച മേക്കപ്പ് പ്രോഡക്ട്സ്. അപ്പൊ നമുക്ക് ഇത് ഓരോന്നായിട്ട് ട്രൈ ചെയ്യാം. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ആമസോണിൽ നല്ല ഓഫർ ഉണ്ടാവും. നൈറ്റി നോക്കി ഇപ്പൊ അതിൽ നിന്നൊരു 10-20 രൂപയൊക്കെ ആമസോണിൽ ഓഫർ ഉണ്ടാവും. അപ്പൊ ഞാൻ അതാണ് മേടിച്ചത്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം. ഫസ്റ്റ് വന്നിട്ട് ബേസിനായിട്ട് ഞാൻ മേടിച്ചേക്കുന്നത് ഈ കൺസീലർ ആണ്. മാൾസിന്റെ മാൾസ് ക്യാൻസൽ കൺസീലർ. ഷെയ്ഡ് വന്നിട്ട് 07 കാരമൽ ചാമെന്നാണ്. അപ്പൊ നമുക്ക് കൺസീലർ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ഒരുമിച്ച് നോക്കിയത് എങ്ങനെയാന്ന്. ഇത് ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അഫോർഡബിൾ ആയിട്ട് നല്ല ബെസ്റ്റ് കൺസീലർ ആന്ന് പറഞ്ഞ് ഇതാണ് എല്ലാരും കാണിക്കണേ. ഇത് ഷെയ്ഡ് എനിക്ക് ഇച്ചിരി ഡാർക്ക് ആണോന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഡാർക്ക് ഷെയ്ഡാണ്. 07 09 08 അതെന്താണ് ഡാർക്കസ്റ്റ് ഷെയ്ഡ്. അതിന് 07 ആണ് എടുത്തത്. നമുക്കിത് ഡാർക്കാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പൊ ഇതാട്ട് ഇതിന്റെ പാക്കേജിങ്. ഇതിനൊക്കെ എത്രയാണ് ഞാൻ സൈഡിൽ സ്ക്രീനിൽ കൊടുക്കാട്ടോ. ഇത് പ്രൈസ് ഇതില് 249 ആണ് ഇതിൽ പ്രൈസ് ചെയ്തേക്കണേ. പക്ഷെ എന്തായാലും ഇതില് കുറവാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് ട്രൈ ചെയ്യാം. ഇത് മാറ്റ് ആണോ? യുവർ ഫ്ലോലെസ് ബേസ് കമ്പാനിയൻ കൺസീലർ. വേറൊന്നും എഴുതിയിട്ടില്ല. വേറെ മാറ്റാണെന്നൊന്നും എഴുതിയിട്ടില്ല. സോ ഇതാണ് ഇതിന്റെ പാക്കേജിങ്. ഇതാണ് ഇതിന്റെ വാണ്ട്. നല്ല വലുതാണ് കേട്ടോ. കണ്ടോ, ഈ ഷെയ്ഡ് ഇത്തിരി ഡാർക്കാണ്. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്യാം. നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ടീച്ചറും അതിന്റെ കൃത്യം. അതിന്റെ കളർ ഇച്ചിരി ഡാർക്കാണ് കേട്ടോ. അപ്പൊ എന്നെക്കാൾ 2 ഷെയ്ഡ് ഡാർക്ക് ആയിട്ടുള്ളവർക്ക് ഈ കളർ നല്ല സൂട്ട് ആകും. ഓക്കെ, നല്ല ക്രീമിയാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് വേറെ കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ക്രീമി ആയിട്ടോ നല്ലട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൺസീലർ മാത്രമേ ഉള്ളൂ, ഫൗണ്ടേഷൻ ഇല്ല. അപ്പൊ നമുക്കിത് ചോരി കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് എത്ര കവറേജ് ഉണ്ടെന്നൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇത്ര ഇട്ടത്. എനിക്ക് ഇത്ര ഇടണ്ട. പിന്നെ എവിടെയെങ്കിലും പാടൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. എനിക്കെന്റെ പാടേ ഉള്ളൂ, മൊത്തം ഇടേണ്ടി വരും. ഇത് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക്
ഡാർക്ക്നെസ് ഒക്കെ കവർ ചെയ്യാം കേട്ടോ. ഇത് ഇച്ചിരി ഓറഞ്ച്, നല്ല വാം ഷെയ്ഡാണ്, നല്ല വാം ഓറഞ്ച്, യെല്ലോ പോലെയല്ല, സ്ട്രൈറ്റ് ഒക്കെ ഓറഞ്ച് കളറാണ് ഇത്. നമുക്ക് ഈ പാടൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. ഇത് നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. കൂടുതൽ കവറേജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. നമുക്ക് അപ്പൊ തന്നെ ബ്ലെൻഡ് ചെയ്യണം, അപ്പൊ തന്നെ ബ്ലെൻഡ് ചെയ്യാം. സോ നമുക്കൊരു കൺസീലർ ബ്രഷ് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാം. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. വാവ്, നല്ലോണം ബ്ലെൻഡ് ആവാൻ പറ്റും, എനിക്ക് ഇഷ്ടമായി. സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ കേട്ടോ. മാറ്റല്ല, ഇത് മാറ്റല്ല, ഇത് മാറ്റല്ല. നല്ല കവറേജ് ഉണ്ട് കേട്ടോ. അത് നല്ലോണം സ്പ്രെഡ് ആവും, കുറെ സ്പ്രെഡ് ആവും കേട്ടോ. അതുകൊണ്ട് നേരെ കേക്ക് ആയിട്ടൊന്നും ഇരിക്കുന്നില്ല, കണ്ടോ, ഇഷ്ടപോലെ തോന്നണില്ല. നമുക്ക് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഫേസ് മൊത്തം കൊടുക്കാം. നല്ല ഗ്ലോയിങ് ആയിട്ടുണ്ട് കേട്ടോ. മാറ്റല്ല കേട്ടോ, ഇത് ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യാം. എന്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പൊ നമ്മൾ അവിടെ മൊത്തം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതിന്റെ ലൈറ്റ് ഷെയ്ഡ് വയ്ക്കാം. സോ നെക്സ്റ്റ് വന്നിട്ട് കൺസീലർ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഇതാണ് അടുത്ത വരുന്നത്, ഈ ഒരു ടാക്ക് ആൻഡ് പ്ലേ. ഇതാണ് ബ്ലൂ ഹെവന്റെ ഒരു കോണ്ടൂർ ബ്ലഷ് ഹൈലൈറ്റർ പാലറ്റ്. ഓക്കെ, അടുത്തത് ഈ ഒരു സ്റ്റാക്കാണ് കേട്ടോ, ബ്ലൂ ഹെവന്റെ. ഇത് ബ്ലൂ ഹെവന്റെ സ്റ്റാക്ക് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂ കളക്ഷൻ ആണെന്ന് തോന്നുന്നു. ഈ ഒരു റേഞ്ചിലുള്ള ഈ പിങ്ക് കളർ പാക്കേജിലുള്ള കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇപ്പോ. അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. ഇത് ഹൈലൈറ്റർ ബ്ലഷ് കോണ്ടൂർ വന്നിട്ടുള്ള ഒരു സ്റ്റാക്കാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പാക്കേജിങ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന് 350 ആണ് ഇതിൽ എഴുതിയേക്കുന്നത്. പക്ഷെ ആമസോണിൽ 280 ഉള്ളു. 280 കിട്ടും. 280 കിട്ടിയത്. അപ്പൊ നമുക്കിത് യൂസ് ചെയ്യാം. ഇത് കാണത്തെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടായിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിത് യൂസ് ചെയ്യാം. പാക്കേജിങ് നമുക്ക് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇതിന്റെ പാക്കേജിങ്, നല്ല പ്രത്യേകിച്ചുണ്ട്. നല്ല പേസ്റ്റൽ പിങ്ക്, അത് കഴിഞ്ഞ് പിന്നെ പിങ്ക്, ഒരു ഡാർക്ക് പിങ്ക്, അങ്ങനത്തെ ഒരു പാക്കേജിങ് ആണ്. സോ ഇതിന്റെ ഓപ്പണിങ് വന്നിട്ട് ഇങ്ങനെ കേട്ടോ. ഇതൊരു മാഗ്നറ്റ് ആണ്. ഇത് മാഗ്നറ്റ് ആണ്. ഇവിടെ മിറർ ഉണ്ട് ചെറിയൊരു. ഇതാണ് കോണ്ടൂർ ഷെയ്ഡ്. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോ ബ്ലഷ്, പിന്നെ ഇത് ഹൈലൈറ്റർ, ഇങ്ങനെയായിട്ട് വരുന്നത്. ഇത് കാജ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനാന്ന് തോന്നുന്നു. പിന്നെ വേറെ ഏതിനോ NYBക്ക് എങ്ങനെ ഉണ്ടാവും, ഏതോ ഒരു ഇതിന് കണ്ടാവും ഈ പാക്കേജിങ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അത് നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ബ്ലഷ് അപ്ലൈ ചെയ്യാം. ബ്ലഷ് ഉണ്ട്, ഇത്തിരി ഡാർക്ക് ആട്ടോ. ഇത് ഡാർക്കസ്റ്റ് ഷെയ്ഡാണ്. കാരണം എന്താണ്, വേറെ 2 ഷെയ്ഡ് ഉണ്ട് ഇതിന്. ഒരെണ്ണം ഫെയർ സ്കിൻ ടോണിന് പറ്റിയത്, ഒരെണ്ണം ഇതാണ് ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ ടോൺ പറ്റിയത്. ഈ 2 ഷെയ്ഡുള്ളൂ. അപ്പൊ ഡാർക്ക് ആയിട്ടുള്ളവർക്ക് ഇതെടുക്കാം. ഇതിന്റെ ഷെയ്ഡിന്റെ നെയിം വന്നിട്ട് എന്തോ പേര് ഇതിൽ എഴുതിയിട്ടില്ല. പേരൊക്കെ എന്തായാലും ഞാൻ താഴ്ത്തു കൊടുക്കാം കേട്ടോ. അപ്പൊ അത് നമുക്ക് ഈ കോണ്ടൂർ ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യാം. ഇത് ക്രീം ആണ് കേട്ടോ എല്ലാം. ഞാൻ ആദ്യമായിട്ടാണ് ക്രീം കോണ്ടൂർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ഷെയ്ഡിന് ചേരുമെന്ന് എനിക്കറിയില്ല. ബ്രഷിന് ഇത്തരത്തില് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. ഓ, ഡാർക്കാണ് കേട്ടോ. നമുക്ക് കോണ്ടൂർ ചെയ്യേണ്ട, ഷേപ്പ് ചെയ്യേണ്ട അവിടെയൊക്കെ. ഇത് നല്ല ക്രീമിയാണ്. ഇച്ചിരി കയറിപ്പോയോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ 2 സൈഡിലും വരച്ചു കൊടുക്കാം.
നിങ്ങൾക്ക് ഇച്ചിരി ഡബിൾ ചിന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നല്ലോണം ഇതെന്റെ സ്കിൻ ടോണിന് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അത്യാവശ്യം ഡാർക്കാണ്. പിന്നെ കൺസീലർ ഇച്ചിരി ഡാർക്കായിരുന്നു. ഇച്ചിരി ഫൗണ്ടേഷൻ കൂടി ഇടണമായിരുന്നു, ഇച്ചിരി ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള. അവനോടാണ് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. ഈ പ്രശ്നത്തിലല്ല ബ്ലെൻഡ് ചെയ്യുന്നത്, ബട്ട് നല്ലോണം ബ്ലെൻഡ് ആവുന്നത്, തൊട്ടാൽ തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പൊ കോണ്ടൂർ നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ട് ആവണ്ട കേട്ടോ, നല്ല ക്രീം ആയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഓവർലി ക്രീമി അല്ല, ആവശ്യത്തിന് ക്രീം. സോ ഗുഡ്. ഓക്കെ, അതുപോലെ രണ്ടൊക്കത്തെ കൂടെ ഇടാം, അതിന്റെ പക്കത്തിൽ കൂടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് ഇഷ്ടമായി. എന്തായാലും ഈ ബ്ലൂ ഹെവന്റെ ഇപ്പൊ നമുക്ക് അധികം പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ബ്ലഷ്, ഹൈലൈറ്റർ, കോണ്ടൂർ മേടിക്കാനായിട്ട് ഒരു 280 rupees ഉണ്ടെങ്കിൽ കാര്യം കഴിഞ്ഞു ഗൈസ്. ഐ ലൈക്ക് ഇറ്റ്. ഇതെനിക്ക് ഇഷ്ടമായി. എന്തായാലും ലിങ്ക് കൊടുക്കുക, എല്ലാവരും മേടിച്ചോ. ഇത് നല്ല ക്രീമി ആയിട്ടുമാണ്. നമുക്ക് നല്ലോണം സ്കൾപ്റ്റ് ചെയ്യണ പോലെ ഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഡബിൾ ചിൻ കുറയും, നമ്മുടെ ഫാറ്റ് കുറയും, എല്ലാം കുറയും. നമ്മൾ ഡൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മാത്രം ചെയ്ത് കട്ട് ചെയ്താൽ മതി. കോണ്ടൂർ ഇസ് ഗുഡ്. അതിന്റെ ഷെയ്ഡൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, ലിങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അടുത്ത നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഇതിൽ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് കളർ ബ്ലഷ് ആണുള്ളത്, നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ അതിന് നമ്മൾ ഒരു ബ്രഷ് എടുക്കാം. ഫസ്റ്റ് എങ്ങനത്തെ ബ്ലഷ് എടുക്കണം? നമ്മൾ ഈ ക്രീം പ്രോഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇച്ചിരി ഡെൻസ് ആയിട്ടുള്ള ബ്രഷ് എടുക്കണം. അപ്പൊ നമുക്ക് ഡെൻസ് ആയിട്ടുള്ള ബ്രഷ് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ക്രീം ബ്ലഷ്. ഓ ഗായ്സ്, നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാൻ കേട്ടോ. അതെന്താന്ന് ഞാൻ പിന്നെ പറയാം. അപ്പൊ നമുക്ക് ഇതിന്റെ ബ്ലഷ് നമുക്ക് പിന്നെ ഒരു ദിവസം അപ്ലൈ ചെയ്യാം, വേറൊരു ദിവസം അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കാരണം നമുക്ക് വേറൊരു ബ്ലഷ് ഉണ്ട്. അത് ഏത് ബ്ലഷ് ആണ് ഗസ് ചെയ്യൂ? ഇപ്പൊ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ബ്ലഷ് ആണ് അത് ഞാൻ എനിക്ക് ആഗ്രഹിച്ച ആ ഷെയ്ഡ് തന്നെ മേടിച്ചിട്ട്. കാരണം ഞാൻ ഈ ഷെയ്ഡ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു എല്ലായിടത്തും. ഞാൻ കുറെ നൈറ്റിലൊക്കെ നോക്കിയപ്പോ, ഞാൻ കുറച്ച് മുന്നേ മേടിക്കാൻ നോക്കിയപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഞാൻ ഇപ്പൊ മേടിക്കാൻ നോക്കിയപ്പോ ഈ ഷെയ്ഡിൽ. അപ്പൊ ഞാൻ ചോദിച്ചാൽ ആ ഷെയ്ഡ് അവർ കളഞ്ഞു ഞാൻ വിചാരിച്ചു കേട്ടോ. ഇത് മാൾസിന്റെ ലിക്വിഡ് ബ്ലഷ് ആണ്. മാൾസിന്റെ ലിക്വിഡ് ബ്ലഷ് ആണ്. ഹൊറിസോൺ എന്നാണ് ഇതിന്റെ പേര്, ഹൊറിസോൺ. അപ്പൊ ഇത് ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ഷെയ്ഡാന്ന് തോന്നുന്നു. കാരണം എനിക്കിതൊരു പർപ്പിൾ ഷെയ്ഡാന്നാണ് ഞാൻ വിചാരിച്ച് മേടിച്ചത്. ഏത് ഷെയ്ഡാന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഇപ്പോഴാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാക്കേജിങ്. ലിക്വിഡ് ബ്ലഷ് യൂസ് ചെയ്തിട്ടുള്ള, പൗഡർ ബ്ലഷ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാം. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടൈനി ട്യൂബായിട്ട്, വലിയ വെയിറ്റ് ഒന്നുമില്ല, നമുക്ക് ഈസിലി ബാഗിലാക്കിയിട്ട് ക്യാരി ചെയ്യാവുന്നതാണ്. സോ ഇതിന്റെ പാക്കേജിങ് നോക്കൂ. ഞാനൊരു ഗോൾഡ് കളർ പാക്ക്. ഇതാണ് ഇതിന്റെ നോസിൽ ഉണ്ടോ? യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാം. അതെങ്ങനെ എടുക്കാം? നമുക്ക് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നല്ല പിഗ്മെന്റഡ് ആണോ നോക്കാം കേട്ടോ. ഉദ്ദേശിച്ച ഷെയ്ഡ് തന്നെയാണ്. നമുക്കിത് അപ്ലൈ ചെയ്യാം. നല്ല ക്രീമി ആയിട്ട് മോത്താരം അടിച്ച പോലെ ഇത്തിരി കൂടിപ്പോയി. അപ്പൊ നമുക്ക് ഇവിടെ കൂടെ അപ്ലൈ ചെയ്യാം. ഇച്ചിരി എടുത്ത്. ഹായ്, നല്ല മണം. ഇതിന് എന്താ മണം? ഒരു ഫ്രൂട്ടിന് മണം. എല്ലാം എനിക്ക് ചക്ക, മാങ്ങ, തേങ്ങയുടെ മണമൊക്കെ വരാം. നല്ല ലൂമിനസ് ആയിട്ടുണ്ട്, നല്ല വെറ്റ് ലുക്ക്. ഇപ്പൊ മൊത്തം ഫൗണ്ടേഷൻ വരും ബ്ലഷ് ഇട്ട പോലെയായി. കാണാൻ പറ്റുന്നില്ല. നല്ലതുണ്ട് കേട്ടോ, നല്ല പിഗ്മെന്റ് ഉണ്ട്. കാരണം ഭയങ്കര പിഗ്മെന്റ് ആയിട്ടില്ല. ഇത് നമ്മള് ഈ വാട്ടർ ബ്ലഷ് ഒക്കെ ലിക്വിഡ് ഹൗസിന്റെ അങ്ങനെ ഏതൊക്കെ ബ്രാൻഡിന്റെ ഇതുണ്ട്, അതുപോലെ ഉണ്ട് കേട്ടോ. ബ്ലഷ് നല്ല വൃത്തിയായിട്ടുണ്ട്. കൊള്ളാം. അപ്പൊ നമുക്ക് ഇപ്പുറത്ത് കൂടി ഇച്ചിരി ഇട്ട് കൊടുക്കാം, നല്ല ബാലൻസ് ആവുള്ളൂ. കുറച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് കൂടിപ്പോയി. ഇങ്ങനെ മേടിക്കുമ്പോൾ സൂക്ഷിച്ച് അപ്ലൈ ചെയ്യാം. പിന്നെ ബ്ലഷ് കുറെ നേരം ഇട്ടാലും അതിങ്ങനെ മാഞ്ഞു നോക്കോളൂ.
എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എത്ര വേണേലും അപ്ലൈ ചെയ്യാം. കണ്ടോ, ഇത്തിരി മൂക്കത്തിൽ കൂടി ഇടാം. നല്ല ബ്ലഷ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് മറ്റേ ബ്ലൂ ഹെവന്റെ ബ്ലഷ് യൂസ് ചെയ്യണ്ട, നമുക്ക് വേറെ വീഡിയോ യൂസ് ചെയ്യാം. എന്തായാലും ഹൈലൈറ്റർ നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോ ഹൈലൈറ്ററിന്റെ ആവശ്യമില്ല, കാരണം നല്ല ഗ്ലോയി ആയിട്ടുണ്ട്, നല്ല ഡ്യൂയി ആയിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഹൈലൈറ്റർ യൂസ് ചെയ്യാം ഗൈസ്. എവിടെ നമുക്ക് ഇതിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യാം. ഇത് ക്രീം ഹൈലൈറ്റർ ആണ് കേട്ടോ ഗൈസ്. നാച്ചുറൽ ആയിട്ടുള്ള ഹൈലൈറ്റർ കേട്ടോ. കണ്ടോ, ഭയങ്കര നാച്ചുറൽ ആണ്. എത്തുന്നേ അറിയില്ല. അതെനിക്കിഷ്ടായി. അത് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പൗഡർ ഹൈലൈറ്റർ പോലെയല്ല. പൗഡർ ഹൈലൈറ്റർ യൂസ് ചെയ്ത് എനിക്ക് ക്രീം ഹൈലൈറ്റർ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പം മൊത്തത്തിൽ എന്റെ മുഖം അങ്ങനെ ഇരിക്കണമെന്ന് പറയുന്നത് എണ്ണയിലിട്ട് വറുത്ത പോലെ ഇരിക്കണം. കാരണം എല്ലാം നല്ല ഡ്യൂ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഡ്രൈ സ്കിന്നായി ഞാൻ അഭിമാനിക്കുന്ന ഇതൊക്കെ സെലക്ട് ചെയ്ത് മേടിച്ചതിൽ. അടുത്തതായിട്ട് നമുക്ക് ബ്ലൂ ഹെവന്റെ ഒരു സ്കെച്ച് ഐലൈനർ ആണ് ഐസ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. ഇത് ഞാൻ ഒരു 2016-17 യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതിനൊരു പച്ച കളർ പാക്കേജിങ് ആയിരുന്നു. ഇത് ഈ സാധനം പച്ച കളറായിരുന്നു ബ്ലൂ ഹെവന്റെ. അന്നാണ് എന്റെ വിഷയം, പച്ച കളർ, ഒരു ലൈറ്റ് പച്ച കളർ. അപ്പൊ ഈ സ്കെച്ച് പെൻ ഐലൈനർ ഇതിന് അപ്പൊ കുറെ 4-5-6-7 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്തത്. 190 കേട്ടോ, പക്ഷെ ഇതിനൊരു 140-160 ഒക്കെ ഉള്ളു കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാൽ പെൻ പോലെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഞാൻ പണ്ട് കുറെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഒന്നുകൂടി നൊസ്റ്റാൾജി തോന്നി മേടിച്ചാണ്. കാരണം ഈ ലിക്വിഡ് ഐലൈനർ എഴുതാൻ ഭയങ്കര പണിയാണ്. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാം. അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം. ആഫ്റ്റർ സോ മെനി ടൈംസ് ഫസ്റ്റ് കൊളായി. എനിവേ ഇത് ഈസി ആയിട്ട് എഴുതാം. ഇതാവുമ്പോൾ നമുക്ക് എങ്ങനെ വേണേലും എഴുതാം കേട്ടോ. പിടിക്കുന്നെടുത്ത് നിന്നുള്ളു. എന്തെങ്കിലും കുഴപ്പമുണ്ട് ഗൈസ്. എനിവേ നമുക്കിതൊരു ഫോക്സ് ഐലൈനർ പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇച്ചിരി കണ്ണിച്ചിരി നീണ്ടു നിൽക്കട്ടെ. നമുക്ക് ശരിക്കും പേനോണ്ട് വരക്കണ പോലെ വരക്കാം കേട്ടോ. ഇത് അലവലാതി പോയെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ശ്രദ്ധിച്ച് കണ്ണാടി നമുക്ക് എടുക്കണം നല്ലതോ. പിന്നെ പൊക്കത്ത് നമുക്ക് ലൈറ്റ് ആയിട്ടൊന്നും എഴുതിയെടുക്കാം. എനിക്ക് ഒറ്റക്കണ്ണ് നടക്കാറിയില്ല. കളിക്കാൻ പോലെയുണ്ട്. നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര ജെറ്റ് ബ്ലാക്ക് അല്ല. ഇപ്പൊ ഭരതനാട്യത്തിന് പോകുമ്പോ എഴുതാൻ യൂസ് ചെയ്യാത്തത്. നല്ല കഥകളിക്ക് മോഡലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പം പുതിയ മേക്കപ്പ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനല്ല. അപ്പൊ പിന്നെ മേക്കപ്പ് ലുക്ക് ഒന്നും നോക്കണം. നമ്മൾ ഇതിന്റെയൊക്കെ പെർഫോമൻസ് ആണ് മെയിൻലി ഇതിൽ വിലയിരുത്താൻ പോകുന്നത്. അപ്പൊ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല പക്ഷെ ഭയങ്കര ജെറ്റ് ബ്ലാക്ക് അല്ല. ജെറ്റ് ബ്ലാക്ക് അല്ലെങ്കിലും ബ്ലാക്ക് ആണ്. ഓൾമോസ്റ്റ് പിന്നെ നമ്മൾ 140 റുപ്പീസിന് കാരണം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിത് വന്നപ്പോ ഞാൻ കയ്യിൽ ഇങ്ങനെ സ്വാച്ച് ചെയ്തായിരുന്നു. അപ്പൊ നല്ല അത് കുറെ നേരം വെച്ചു. ഞാൻ കൈ കഴുകിയിട്ടൊന്നും പോണ്ടാവില്ല. പിറ്റേ ദിവസം വരെയൊക്കെ ഉണ്ടാവും. കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും കണ്ണിനും. അപ്പൊ കുറെ ലാസ്റ്റ് ചെയ്യുന്നതാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഐസിനായിട്ട് തന്നെ മേടിച്ചിരിക്കുന്ന സാധനമാണ് മാൾസിന്റെ ഈ ഒരു മസ്കാര. ഇത് 2-3-4-5 കൊല്ലം തോന്നുന്നു കേട്ടോ ആയിട്ടുള്ളതാ. പുതിയതൊന്നും അല്ല. ഇത് അപ്പോഴൊക്കെ ഇറങ്ങിയ ഇടക്കൊക്കെ ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്കിങ്ങനെ എനിക്ക് വാട്ടർ പ്രൂഫ് മസ്കാര ഇഷ്ടമല്ല. ഇത് വാട്ടർ പ്രൂഫ് ആണോ? മാൾസ് ഫാബുലാഷ് മസ്കാര. ഇത് ഭയങ്കര ജംബോ സൈസ് ആട്ടോ. നമുക്ക് എന്ത് വലുത് മസ്കാര പാക്കേജിങ് ചെറുതല്ലേ. അങ്ങനെയുണ്ട് ഇത് പാക്കേജിങ് എനിക്ക് ഇഷ്ടമായി. പക്ഷെ നല്ല ജംബോ ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. നല്ല വലിയ ഫാറ്റ് ആയിട്ടുള്ള ബോണ്ടാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം.
എന്റെ കണ്ണിനേക്കാൾ വലുതാണ്. സപ്ലൈ ചെയ്തിട്ട് വാണ്ടിയുണ്ട്. നല്ല വലുതാണ് കേട്ടോ. നമുക്കിതൊന്ന് ഇപ്പൊ തന്നെ കണ്ടു നോക്കൂ. നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. കുറെ നാൾക്ക് ശേഷട്ടെ മസ്കാര യൂസ് ചെയ്യുന്നത്. തൊട്ടിലെന്നൊരു തൊട്ടപ്പോ തന്നെ ഇത്ര ഇതെന്ത് വലുതാ. നല്ല വലുതായിട്ട് കഴിയും. എന്റെ കുഞ്ഞു കണ്ണാണ്. ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇടാം. വേണ്ട, ഡമ്പലിലൊക്കെ കാണും. ഗൈസ് ഫാൾ ഫ്ലാഷസ് എത്ര പോലെ ഉണ്ട് കേട്ടോ. ഇതിന് എത്ര 180 ഒക്കെ ഉള്ളൂ. ഇതിന് നല്ല വൃത്താണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും. ഞാനാണ് ഇപ്പൊ ആദ്യമായിട്ട് അടിക്കാം. അത് നമ്മുടെ മേക്കപ്പ് ലുക്കിന് ഒരു പൊട്ടും കൂടി ഉണ്ട്. നമുക്കിതൊരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ മസ്കാര ഇടുമ്പോ ആയാല് അത് ഡ്രൈ ആവണവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഇതുപോലത്തെ വാണ്ടില്ല നമ്മുടെ എന്താ ഐബ്രോസ് ഒക്കെ ഇതാക്കണം. അത് വെച്ചിട്ട് തട്ടിക്കളഞ്ഞ മതിയെന്നാണ് കേട്ടേക്കുന്നത്. അപ്പൊ നമ്മുടെ മസ്കാര എനിക്ക് ഇഷ്ടമായി. താഴത്തെ കൂടെ അപ്ലൈ ചെയ്യുക. താഴത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും താഴത്തൊക്കെ ആകും കേട്ടോ. കാരണം ഇത് ഇച്ചിരി വലുതാണ്. ഇത് വേണ്ട എന്താ വേണ്ടിയിട്ട് താഴത്ത് നമുക്ക് വരെയൊക്കെ ചെയ്യാം. ഓക്കെ, പൊട്ട് നമ്മൾ ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വേണം അത് കളയാൻ. അപ്പം കട്ടറൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ട്രിക്ക് വർക്കായി. കരി പിടിച്ച പോലെ. കാരണം ഇതിൽ ഇച്ചിരി ഐബ്രോ ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് കടച്ചളയാം. ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അത് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യാൻ. ചിലപ്പോൾ മയക്ക പോയിരിക്കും. ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ ആ മസ്കാര യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മൊത്തം കരിവരുള്ള പോലെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഞാനിപ്പോ ലിപ് ലൈനറും ലിപ്സ്റ്റിക് വെച്ചിട്ടുണ്ട്. ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കും മാച്ചിന്റെ ഡീപ് ഡോൺ പറഞ്ഞിട്ടുള്ള ഡാർക്ക് കളർ ലിപ് ലൈനറുമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് ലിപ്സിനായിട്ട് വരുന്നില്ല. ഈ ഒരു ലിപ് ഗ്ലോസ് ആണ്. ഒരു ക്ലിയർ ലിപ് ഗ്ലോസ് ആണ്. റെയ്നയുടെ ഹോട്ട് ലിപ്സ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ലിപ് ഗ്ലോസ് ആണ്. കാരണം ഞാൻ പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ് ഗ്ലോസ് മാത്രമാണ് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയിട്ടുള്ള ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ക്ലിയർ ആയിട്ടുള്ള മേടിച്ച് നമുക്ക് ഏത് ലിപ്സ്റ്റിക്കിന്റെ കൂടെ ഏത് കളറിന്റെ കൂടെ പെയർ ചെയ്യാലും. പല പല ലിപ് ഗ്ലോസ് മേടിക്കുന്ന ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് 140 അതിനും കുറവാണ്. ഞാൻ എല്ലാത്തിന്റെയും പ്രൈസ് ഒക്കെ സ്ക്രീനിൽ കാണിക്കാതെ പോവാം. വാവ്, എന്ത് ക്ലിയർ ആണ് നോക്കൂ. ക്ലിയർ ഗ്ലോസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ന്യൂഡ് ലിപ്സിൽ ഉണ്ടെന്ന് തന്നെയാണോ? നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ് ഇട്ടത്. ഇത്രയും പെർഫോമൻസ് ഐ ലൈക്ക് ഇറ്റ്. ഇതിന് പേടിച്ചിട്ട് എല്ലാവരും മേടിച്ചോട്ടോ. അത് എന്ത് ഗ്ലോസ് ആണ് നോക്കും. അപ്പൊ ഇതാണ് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിനും മേടിച്ചത്. എല്ലാം എനിക്ക് ഇഷ്ടമായി. ഐബ്രോസിനൊന്നും മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മേക്കപ്പ്. സോ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മേക്കപ്പ്. എല്ലാവർക്കും ഇഷ്ടമായി. മേക്കപ്പ് നല്ല ഡ്യൂവി ഗ്ലോ ആയിട്ടുള്ള നല്ല അഫോർഡബിൾ പ്രൊഡക്ട്സ് ആണ് നമ്മൾ എല്ലാം യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാം ബ്ലൂ ഹെവന്റെ ഐലൈനർ അടിപൊളിയാണ്, സൂപ്പറാണ്. കൺസിലർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് സൂപ്പറാണ്. ഇതൊരു നമുക്കൊരു 6 തവണ കൊടുക്കാം. ഈ പ്രൈസിൽ നല്ലതാണ്. നല്ലോണം എഴുതാൻ പറ്റും. ഭയങ്കര ബ്ലാക്ക് അല്ലെന്നേ ഉള്ളു. കൺസീലർ നല്ല ഡ്യൂവി ആണ്, ഗ്ലോ ആണ്. യൂസ് ചെയ്ത ഞാൻ കുറെ കൺസീലർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല മാച്ച് ആണെന്നുള്ള എനിക്ക് ഇഷ്ടമില്ല. ഇത് നല്ല ഡ്യൂവി ആയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റാക്കാണ് ബ്ലൂ ഹെവന്റെ. ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ഇത് 280 റുപ്പീസിന് നിങ്ങൾക്ക് പുറത്താണ്. അതിലും വില കുറച്ച് നിങ്ങൾക്ക് കിട്ടും. അതിൽ താഴെ വില 160 ഒക്കെ കിട്ടുമായിരിക്കും. ആമസോണിൽ നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുക. നല്ല പ്രൊഡക്റ്റ് ആണ്. നമുക്കൊരു 8 കൊടുക്കാം. കൺസീലറിന് ഞാൻ 9, 10 ഓൾമോസ്റ്റ് കൊടുത്തു. ഇതൊരു 8 ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഈ മസ്കാര എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇത് ഇത്തിരി മെസ്സി ആവുന്നേ ഉള്ളൂ. നമ്മുടെ കണ്ണിന് വാണ്ട എന്താണ് കുഞ്ഞി കണക്കാണ് നമുക്ക് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലാണ്ട് നല്ലതാണ്. ഇത് വാട്ടർ പ്രൂഫ് ആണോ എന്നൊക്കെ നമുക്ക് കുറച്ച് നേരം വേറെ ഇതായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇതെനിക്ക് ഇഷ്ടം. ഒരു 7 ഉണ്ട് മസ്കാരയ്ക്ക്. പിന്നെ ഒരു ബ്ലഷ് ഡ്യൂ ആയിട്ടുള്ള എല്ലാ സ്ഥലം ഭയങ്കര ഇഷ്ടം. ബ്ലഷ് നല്ല ഡ്യൂ ആണ്. ഇങ്ങനെ വെള്ളം തേച്ച പോലെ ഉണ്ടായിരുന്നു. നല്ല രസം, നല്ല പിഗ്മെന്റഡ് ആണ്. അപ്പൊ ഇതിന് നമുക്കൊരു 8 കൊടുക്കാം കേട്ടോ. ഇതിന് പിന്നെ അത്ര പിഗ്മെന്റഡ് അല്ലെന്നേ ഉള്ളൂ. ഓക്കെ,
8 കൊടുക്കാം. നെക്സ്റ്റ് വന്നിട്ട് ലിപ് ഗ്ലോസിന് 10. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ലിപ്സ് നോക്കും. ഈ ഈച്ചാണ് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കാരണം ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ടാണ് ഈച്ച. ഓക്കെ, അപ്പൊ ഈ ലിപ് ഗ്ലോസ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ലിപ്സ് നോക്കൂ, ഞാൻ റൊമാൻറ്റിന്റെ ലിപ് ഗ്ലോസ് അടിച്ചിട്ട് ഇത്ര ഗ്ലോസി ആയിട്ട് വരുന്നിട്ടില്ല ലിപ്സ്. സോ ഗൈസ്, അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഏതെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യൂ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, ബൈ.